നിങ്ങളൊന്ന് ഖുർആൻ എടുത്ത് ഓതാൻ നോക്കിയേ. ഒരു പേജ് ആകുമ്പോഴേക്ക് കോട്ടുവാ വരും. കോട്ടുവാ എന്തിന്റെ ലക്ഷണമാണ്? കസിൽ, ആലസ്യത്തിന്റെ, അലസതയുടെ ലക്ഷണമാണ് കോട്ടുവായ. അത് ശൈത്താനിൽ നിന്നുള്ളതാണ്. അത്തസാഉബു മിനശ് ശൈത്താൻ, വിധങ്ങൾ പറഞ്ഞതാണ്. അത്തസാഉബു, കോട്ടുവായിടുക എന്നുള്ളത് മിനശ് ശൈത്താൻ, ശൈത്താനിൽ നിന്നുള്ളതാണ്. ഇപ്പൊ ഖുർആനാണ് എടുത്താൽ നമുക്ക് ഉറക്കം കണ്ട് തൂങ്ങും, കോട്ടുവായിടും. എന്നിട്ട് കൈ ഇവിടുന്ന് എടുത്ത നേരം ഉണ്ടാവില്ല, ഇങ്ങനെ ഹാ ഹൂ എന്നിട്ട് അങ്ങനെ. പിന്നെ ഞാൻ കൂട്ടിവച്ചാൽ ശൈത്താന് നല്ല സന്തോഷം. നേരെ മറിച്ച് നിങ്ങൾ ഈ സാധനം ഒന്ന് കയ്യിലെടുത്ത് നോക്കിയാൽ, ഫേസ്ബുക്കിലോ വാട്സപ്പിലോ യൂട്യൂബിലോ റീലുകളിലൂടെ അങ്ങനെ തുടങ്ങിയൊക്കെ, ഒരു റീലാണ് തുടങ്ങി നിങ്ങൾ എത്ര മണിക്ക് ഇരുന്നതാണ് ആദ്യം ടൈം നോക്കി, ടൈമൊക്കെ നോക്കിത്തരാൻ ഇപ്പൊ സ്ക്രീനിൽ ഇപ്പൊ സംവിധാനം ഉണ്ട്. നിങ്ങൾ എത്ര ഉപയോഗിച്ചു നിങ്ങൾ വാച്ചിൽ നോക്കണ്ട. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ ചെക്ക് ചെയ്ത് നോക്കിയാൽ പറയും എത്ര നേരം ഇരുന്നു. ഇപ്പൊ ഇതിൽ 3-4 മണിക്കൂറുകൾ പോകുന്നത് നമ്മൾ അറിയൂല. എന്താ ആവേശത്തിലാന്നറിയാം? ഒന്നുമൊന്നുമലേക്ക് ചെയിനായിട്ടാ. ഒന്നാണ് കഴിഞ്ഞാൽ അടുത്ത്, ആ കഴിഞ്ഞാൽ അടുത്ത റീലാണ് പൊന്തി വന്നു, അത് കഴിഞ്ഞാൽ അടുത്തൊരാണ് പൊങ്ങി വന്നു. കയ്യെന്നാണ് വെക്കാൻ തോന്നൂല. അവസാനം ചാർജ് തീരുമ്പാട് കൊണ്ടക്കലാണ്. ചാർജ് തീർന്നാ പിന്നെ അത് കാണൂലല്ലോ. അപ്പൊ ചാർജിൽ കുത്തിയേക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് അല്ലേ നമ്മുടെ അവസ്ഥ? ശൈത്താന് വലിയ തൃപ്തിയുള്ള സംഗതിയാണ്. അതേ അവസരത്തിൽ ഒരു പേജ് ഖുർആൻ നിങ്ങൾ ഓതാനിരുന്നാൽ അവിടെ നിങ്ങൾക്ക് ആലസ്യത്തിന്റെ കോട്ടുവാ കൊണ്ടുവന്ന് ഉറക്കച്ചടവുണ്ടാക്കി മനുഷ്യനെ എന്ത് ചെയ്യും? അതിൽ നിന്ന് തകർത്തെറിയും. നിങ്ങൾ ഖുർആൻ ക്ലാസ്സിൽ വരാൻ വേണ്ടി ഒരുങ്ങിയൊക്കെ 100 തട്ടുമുട്ട് ശൈത്താൻ ഉണ്ടാക്കും. കാരണം കേൾക്കാൻ പോണ മജ്‌ലിസ് അതാ. നിങ്ങൾ കേൾക്കാൻ പോണ മജ്‌ലിസ് ഖുർആനാണ്. ശൈത്താൻ എന്തെങ്കിലുമൊക്കെ, അവിടെ ഗസ്റ്റ് വന്നു, ഇപ്പൊ അയാൾ വരുമ്പോൾ ഇപ്പം പോകാൻ പറ്റില്ലല്ലോ, അവിടെ അത് വന്നു, ഇവിടെ വന്നു, എന്തെങ്കിലും ഒരു തട്ടുമുട്ട് ശൈത്താനാൻ ഉണ്ടാക്കും. എന്താ? ഖുർആൻ കേൾക്കാതാക്കണം. ഖുർആൻ ആരെങ്കിലും കേട്ട് എന്തെങ്കിലും നന്നായെങ്കിലോ വേണ്ട. അപ്പൊ അതിനൊക്കെയുള്ള വഴികളിൽ, എല്ലാ വഴികളിലും അവനിരിക്കും. ഓരോരുത്തർക്ക് പറ്റിയ രൂപത്തിലുള്ള ഓരോന്ന് മനസ്സിൽ തോന്നിപ്പിക്കും. അങ്ങനെ അതാണ് മുടക്കിയിടും. അതാണ് ശൈത്താന്റെ കുതന്ത്രം.